എല്ലാവർക്കും മൈക്കൽ ടോക്സിലേക്ക് സ്വാഗതം. ആയിരക്കണക്കിന് കുട്ടികളെ അക്ഷരങ്ങൾ പഠിപ്പിച്ച ഒരു മാഷിനെ ഞാൻ പരിചയപ്പെടുത്താം. ആ മാഷാണ് പരമൻ മാഷ്. ഈ വരുന്ന 12-ാം തീയതി മാഷിൻ്റെ ജന്മദിനമാണ്. മാഷിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ മാഷാണ്. മാഷിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഞാൻ ജനിച്ചത് മേലൂര് കീഴാറ ലക്ഷ്മി എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അവിടെ നിന്ന് 1921 മാർച്ച് മാസം അവിടെ ജനിച്ചതിന് ശേഷം അവിടെ നിന്ന് പോന്നു. എൻ്റെ സ്വന്തം തറവാടായ അച്ഛൻ്റെ തറവാടായ അവിടേക്ക് പോന്നു. 1953 ഈ സ്കൂളിൽ തന്നെ, പഠിച്ച സ്കൂളിൽ തന്നെ ജോലി ആരംഭിച്ചു. പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചത് എൻ്റെ സ്കൂളായ സ്വധർമ്മോദ്ധാരണ സഭ എന്നറിയപ്പെട്ടിരുന്ന ഒരു സ്കൂളിലാണ്. പാലിശ്ശേരിയിൽ ഒരു SNDP ആരംഭിച്ച് അവിടെ സ്കൂള് ഒരെണ്ണം UP സ്കൂള് ഒരെണ്ണം ആരംഭിച്ചു. അപ്പോൾ ആ ആരംഭിച്ച കാലത്ത് ആദ്യം ചേർന്ന കൂട്ടത്തിൽ ഞാനും എൻ്റെ സഹപ്രവർത്തകർ കുറേ ആൾക്കാർ കൂടി ചേർന്ന് ഇവിടെ 5-ാം ക്ലാസ്സിൽ പഠനം ആരംഭിച്ചു. 5, 6, 7 SNDP UP സ്കൂളിൽ പഠനം കഴിഞ്ഞു. ഈ സ്കൂളിൽ ആദ്യത്തെ ബാച്ചിൽ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നു. അതിൽ പഠിച്ചു. അങ്ങനെ 5ഉം 6ഉം 7ഉം അവിടെ തന്നെ പഠിച്ച് അവിടെ 7-ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നുള്ളൂ. മാർച്ചിൽ പരീക്ഷ കഴിഞ്ഞു. ജൂണിൽ എൻ്റെ സ്കൂളിൽ വന്ന് ഞാൻ ജോലി. ഈ മാഷ് പഠിക്കുന്ന സമയത്ത് ആ ചെറുപ്രായത്തിൽ ഉണ്ടായിരുന്ന കുസൃതികളൊക്കെ ഓർക്കണ്ട മാഷ്? അത് അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ രസമായിരിക്കും. അത് കുസൃതികൾ എന്ന് വെച്ചാൽ ഞാൻ അന്ന് തുടങ്ങി ഒരു ഈ വിദ്യാഭ്യാസ രംഗത്ത് ആക്റ്റീവാണല്ലോ. അപ്പോൾ ആ രീതിയിൽ കൊച്ചുകുട്ടികളോടുള്ള പെരുമാറ്റത്തിലും എൻ്റെ പ്രത്യേക താല്പര്യത്തിൽ ഞാൻ 2-ാം ക്ലാസ്സിൽ വന്ന് ചേർന്നു. 2ഉം 3ഉം 4ഉം ക്ലാസ് ഉണ്ടായിരുന്ന ഈ സ്കൂളിൽ വന്ന് ചേർന്ന് പഠിപ്പിക്കൽ ആരംഭിച്ചു. 1953 ആരംഭിച്ച ഇത് പിന്നീട് ഈ സ്കൂളിൽ എൻ്റെ മാനേജ്മെൻ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻ്റ് ടീച്ചർക്ക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് ഏറ്റെടുക്കാൻ നിയമമില്ല. അതുകൊണ്ട് എനിക്ക് ആ നിയമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാലിശ്ശേരി SNDP UP സ്കൂളിലേക്ക് ഹൈസ്കൂളിലേക്ക് ഒരു ജോലി ആവശ്യപ്പെട്ട് അവിടെ ചെന്ന് ഞാൻ ജോലി തുടങ്ങി. അങ്ങനെ അവിടുത്തെ ടീച്ചർ ജോലിയും ഇവിടുത്തെ മാനേജ്മെൻറ്റ് ജോലിയും വീണ്ടും തുടർന്നു. അങ്ങനെ തുടർന്ന് ഞാൻ എല്ലാ നിലയിലും വളർന്ന് ഒരു കൃഷിക്കാരൻ്റെ നിലയിലും വളർന്നു. ഒരു 3 ഏക്കർ സ്ഥലം എനിക്ക് 1975 അച്ഛൻ്റെ അധികാരം മുഴുവനും ഏറ്റെടുത്ത് അന്ന് മുതൽ ഞാൻ ഒരു സ്വതന്ത്ര മാനേജറായിട്ട് ഇവിടെ ആരംഭിച്ചു. ഇന്നും അത് തുടരുന്നു. 92-ാമത്തെ വയസ്സിലും ഞാൻ ഈ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പകൽ ഇതിനു വേണ്ടി തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ എല്ലാം കൂടി ചേർന്നിട്ട് ഒരു പരമാനന്ദ ജീവിതമാണ് എൻ്റെ ജീവിത രീതി. ഞാൻ ഇവിടെ വന്ന് ചേരുന്ന കാലത്ത് കുട്ടികൾ ഇവിടെ കുറവായിരുന്നു. എന്നിട്ട് ഞാൻ എൻ്റെ സ്വയം പരിശ്രമം എല്ലാ വീടുകളിലും കയറി ഇറക്കി കുട്ടികളെ സമീപിച്ച് കാരണന്മാരോട് ഇഷ്ടപ്പെട്ട് അങ്ങനെ അവരെ കൊണ്ടുവന്ന് ധാരാളം കുട്ടികൾ വന്നു. അന്നത്തെ കാലത്ത് എല്ലാ സ്കൂളുകളിൽ നിന്നും കുട്ടികൾ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കൊഴിഞ്ഞു പോകുന്ന സാഹചര്യം ഇവിടെ അനുഭവപ്പെടാണ്ട് വരെയും ഏറ്റവും കൂടുതൽ കുട്ടികൾ 540 കുട്ടികളോളം നമ്മുടെ സ്കൂളിൽ ഞാൻ സംഘടിപ്പിക്കുകയും ചെയ്തതിൻ്റെ പേരിൽ ഒരു LP സ്കൂളിൽ 540 കുട്ടികളുണ്ടാവാമെന്ന് പറഞ്ഞാൽ അന്ന് സാധ്യതയില്ല. എന്നാലും എനിക്ക് സാധിച്ചത് നാളെ സബ് ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും നല്ല സ്കൂളായിട്ട്
നമ്മുടെ സ്കൂള് തിരഞ്ഞെടുക്കുകയും അതിന് റോളിംഗ് ട്രോഫി കൊല്ലം തോറും അവർ നൽകുന്ന റോളിംഗ് ട്രോഫി ഞാൻ സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ആ രീതിയിൽ എൻ്റെ പരിശ്രമം ഡിപ്പാർട്ട്മെൻ്റലായിട്ടും എല്ലാ രംഗത്തും അംഗീകരിച്ച് എനിക്ക് പലതരത്തിലുള്ള ആനുകൂല്യങ്ങളും ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകരാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരാണ്. ഞങ്ങൾ ഒരു സഹോദരി സഹോദരന്മാരെ പോലെയാണ് ഞങ്ങളിവിടെ കഴിഞ്ഞു കൂടുന്നത്. ഞാൻ ഇവിടെ വന്ന് ചേരുന്ന കാലത്ത് 12 അധ്യാപകരും ആയിട്ടാണ് ഞാനിവിടെ ജോലിയിൽ പ്രവേശിച്ചത്. 11 പേരും ഇല്ല, ജീവിച്ചിരിക്കുന്നില്ല, അവരൊക്കെ മരിച്ചുപോയി. മൂത്ത പെങ്ങൾ ഒരു കല്യാണി ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ ജോലി ഉണ്ടായിരുന്ന മൂത്ത പെങ്ങൾ ഇപ്പോൾ 97 വയസ്സായി. ഈ 97 വയസ്സായ പെങ്ങൾ മാത്രം ഇന്ന്, ഞാനും അവരും മാത്രമേ ഇന്ന് അന്നത്തെ സ്റ്റാഫിൽ ജീവിച്ചിരിക്കുന്നുള്ളൂ. മാനേജ്മെൻറ്റ് നേരിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തൊട്ടടുത്ത പാലിശ്ശേരി സ്കൂളിലേക്ക് പോയി. പാലിശ്ശേരി ഹൈസ്കൂളിൽ ചെന്ന് അവിടെ UP സെക്ഷനിൽ 5ാം ക്ലാസ്സിൽ ഞാൻ ജോലി ആരംഭിച്ചു. 1953 ഇവിടെ ജോലിയിൽ പ്രവേശിച്ച ഞാൻ 10 കൊല്ലത്തിന് ശേഷം ഇവിടെ നിന്ന് തൊട്ടടുത്ത SNDP ഹൈസ്കൂളിലെ UP സെക്ഷനിലേക്ക് എൻ്റെ ജോലി മാറ്റി. അതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ ഇവിടുത്തെ മാനേജ്മെൻറ്റ് എനിക്ക് നേരിട്ട് കിട്ടാനുള്ള സൗകര്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്ന് തോന്നി. ആ ആളെ ഞാനിവിടെ പ്രൊവൈഡ് ചെയ്ത് വിവാഹം കഴിച്ചു. ഞാൻ അവിടെയും എൻ്റെ ഭാര്യ PS ബേബി എന്ന് പറയുന്നവർ ഇവിടെയുമായിട്ട് ഞങ്ങൾ 2 അധ്യാപകരായിട്ട് ജോലി തുടങ്ങി. അങ്ങനെ അവിടെ 1988 അവിടെ നിന്ന് പെൻഷൻ പറ്റി തിരിച്ച് എൻ്റെ സ്കൂളിലേക്ക് തന്നെ ഞാൻ. ഇടയ്ക്ക് മാഷിനെ പിള്ളേരുടെ വീട്ടിലൊക്കെ കാണാറുണ്ടല്ലോ, അത് എന്താണ് അതിൻ്റെ കാര്യങ്ങൾ? അതായത് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അധ്യാപകരും കുട്ടികളും എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്. അവർക്ക് ഞാനും വേണ്ടപ്പെട്ട. ഈ കൊല്ലം പിന്നെ 2 കൊല്ലം കൊണ്ട് കഴിഞ്ഞാൽ 3 പേര് റിട്ടയർ ചെയ്യും. ഈ റിട്ടയർ ചെയ്യുന്ന കാലം 3 കൊല്ലമുണ്ട്. അവരെല്ലാവരും ആവശ്യപ്പെടുന്നത് ഞങ്ങൾ റിട്ടയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് സെൻഡ് ഓഫ് തരാൻ മാഷ് ജീവിച്ചിരിക്കണം. ഇത് അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന ശരിക്കും പരിശുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്രയും നല്ല ഒരു ജീവിത സാഹചര്യം ദൈവം എനിക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാരണം എനിക്ക് ഭയങ്കര സന്തോഷത്തിലാണ് എൻ്റെ ജീവിതം. നമ്മുടെ കുഞ്ഞു മക്കളോട് എന്താണ് പറയാനുള്ളത്? അവരുടെ അച്ഛനമ്മമാർ പറയുന്ന കാര്യങ്ങൾക്കാണ് അവർക്ക് മുൻതൂക്കം പറ്റുള്ളൂ. അതുകൊണ്ട് അവർ കുറേയൊക്കെ അതും അനുസരിക്കുന്നുണ്ട്. എന്നാലും ഇന്നത്തെ അന്തരീക്ഷത്തിനനുസരിച്ച് പറഞ്ഞാലും അത് ഒക്കെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് കൊച്ചു കുട്ടികളായാലും ശരി വലിയവരായാലും ശരി യാതൊരു വിധത്തിലുള്ള രൂപത്തിലും ഒരു സന്തോഷകരമല്ലാത്തൊരു അന്തരീക്ഷമാണ് കുട്ടികളിലും നമ്മൾ കാണാൻ പറ്റും. ജീവിത രീതിയിലുള്ള മാറ്റം, ഇവിടുത്തെ ഭരണത്തിലുള്ള മാറ്റം, ഇതൊക്കെ പാടെ കൂടി ചേർന്നിട്ട് കേരളം ഒരു പഴയ ഭ്രാന്താലയത്തിൻ്റെക്ക് തിരിച്ചു പോവാണോ എന്നൊരു പേടി. മാഷുടെ ഈ 92ാം ജന്മദിനത്തിൽ ഞാനൊരു 4 വരി പാട്ട് മാഷിക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. പുണ്യദിനമല്ലോ ഇന്നു നിൻ ജന്മദിനമല്ലോ, ആശംസകളുടെ സൗഗന്ധികങ്ങൾ പ്രിയ സോദര ഞാനർപ്പിക്കട്ടെ. ഒരുപാടു നിമിഷങ്ങൾ, ദിവസങ്ങൾ, മാസങ്ങൾ, സംവത്സരങ്ങളായി ആയുസ്സുമാരോഗ്യ സൗഖ്യവുമായി നിറഞ്ഞിടട്ടെ നിൻ ജീവിതത്തിൽ. പുണ്യദിനമല്ലോ ഇന്നു നിൻ ജന്മദിനമല്ലോ. അപ്പോൾ മാഷെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത് മാഷ് സ്കൂളാണ്. എൻ്റെ ആദ്യകാല LP സ്കൂളും ഇത് തന്നെയാണ്.
അപ്പോൾ ഇവിടെ 5 കൊല്ലം മലയാളം ക്ലാസ് ഉണ്ട്, മലയാളം 5ാം ക്ലാസ് ഉണ്ട്, ഇവിടെ പഠിച്ചു. അതിനുശേഷമാണ് പാലശ്ശേരി SNDP സ്കൂളിൽ UP സ്കൂൾ മാത്രമേ ഉള്ളൂ, 7ാം ക്ലാസ് വരെ ഉള്ളൂ. പിന്നെ ഈ പരിസരത്ത് സ്കൂളിൽ നിയറസ്റ്റ് എന്ന് പറയുന്നത് ഒന്നില വൈദ്യല പോവുക, അല്ലെങ്കിൽ വാളൂർ പോവുക. അതിൽ ഞാൻ വൈദ്യല സ്കൂളിലാണ് പോയത്. കാരണം അവിടെ NCC എന്ന് അതിൽ ഞാൻ ആകർഷിക്കപ്പെട്ടിട്ട്, NCC എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ അവിടെ പോയി, അവിടെ നിന്ന് ഹൈസ്കൂൾ. പക്ഷെ അന്ന് ഇവിടെ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് 3 കിലോമീറ്റർ അന്നമനയുടെ, അവിടെ നിന്ന് 8 കിലോമീറ്റർ നടക്കും. അപ്പോൾ ഒരു അലുമിനിയം പാത്രത്തിൽ ചോറൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് ഒരു 8 മണി 7 മണിയുടെ ഇറങ്ങിയാണ്. ഒരു 5-8 പേരുണ്ടാവും. ഇറങ്ങി അവിടെ ചെന്ന് ക്ലാസ്സൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ഈ പരമമാഷ് നടന്ന് കുറേ പരമമാഷ് വാളൂരൊക്കെ പോയാ, അല്ലേ? വാളൂരില്ല, അത് മാളയ്ക്ക് പോയി പഠിച്ചാണ് ഇരുന്നത്. അങ്ങനെ പിന്നെ ചാലക്കുടി TTCക്കൊക്കെ പോയി. അപ്പം അന്ന് ഈ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ സംബന്ധിച്ച് അടുത്ത സ്കൂൾ വന്നപ്പോൾ അതൊരു ഭാഗ്യമായി. ഇത്തരം പോയാൽ മതിയല്ലോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും പഠിച്ച് ഇവിടെ തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് അച്ഛൻ ഇവിടുത്തെ ഹെഡ് മാഷായിരുന്നു. പിന്നെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ പരമമാഷ് ഇവിടെ സ്കൂളിൽ ഇപ്പോൾ 2 ബസ്സുണ്ട്. അപ്പോൾ ഈ ജംഗ്ഷനിൽ നിന്ന് ഇവിടെ നിന്ന് പിള്ളേർ പോണത് ബസ്സിനാണ്. അത്രയും നടക്കില്ല, മനസ്സിലായോ? അപ്പോൾ അവരുള്ള സൗകര്യം മാഷ് ചെയ്തു കൊടുക്കും. പക്ഷെ കലാകാരനൊരു ആർട്ടിസ്റ്റ് ആയിരുന്നു, വരയ്ക്കാനൊക്കെ. അപ്പോൾ എനിക്ക് ഒത്തിരി വരയ്ക്കാൻ താല്പര്യമുണ്ട്. അപ്പോൾ എന്നെയൊക്കെ അത് കാരണം വലിയ ഇഷ്ടമായിരുന്നു. എന്തെങ്കിലുമൊക്കെ പുസ്തകം കൊണ്ടുവന്ന് ഇതൊന്ന് വരച്ചിടാന്നൊക്കെ പറയും, പെൻസിലൊക്കെ തന്ന്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒരു ഇത്തിരി സീരിയസ് ആയിട്ടുള്ള ആളാണ്. അപ്പം അങ്ങനെ വലിയ തമാശയൊന്നും പറഞ്ഞ കൂട്ടത്തിലായിരുന്നില്ല. അതുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ 92 പിറന്നാൾ നല്ല രീതിയിൽ ആഘോഷിക്കുക. അതിനൊക്കെ ഞങ്ങളെയൊക്കെ വിളിക്കും, കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ. അതിനും ഓക്കെ, സ്തുതിയായിരിക്കട്ടെ മൈക്കിളേട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് പതിവില്ലാണ്ട്? ഞാൻ അച്ഛനെ കാണുന്നു തോന്നി, അങ്ങനെ ഇങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ വന്നതിന്റെ കാരണം നമ്മുടെ പരമമാഷിന് 92 വയസ്സ് തികയണ ദിവസമാണ് ഈ അടുത്ത മാസം 12-ാം തീയതി. അപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ കേട്ടു. മാഷ് അച്ഛനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ 2 വാക്ക് അതിനെപ്പറ്റി സംസാരിക്കും. പെട്ടെന്ന് എന്നോട് ചോദിക്കുമ്പോൾ എൻ്റെ ഓർമ്മകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. പൂവത്തുശ്ശേരി ഇടവക വൈദികരിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബഹുമാനപ്പെട്ട വർഗീസ് പാത്താടനച്ചനും ഞാനുമാണ് നമ്മുടെ പരമമാഷ്ട സ്കൂൾ എന്നറിയപ്പെടുന്ന നാഷണൽ ലോവറി പ്രൈമറി സ്കൂൾ പൂവത്തുശ്ശേരിയിൽ പഠിച്ചിട്ടുള്ളൂ. മാഷയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടുമ്പോൾ ഇന്നും അത് മനസ്സിൽ പച്ചകടാതെ നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ആ സ്കൂളിലേക്ക് കയറി വരുമ്പോൾ അന്ന് പഴയ ബിൽഡിങ്ങാണ്, ഇന്ന് കാണുന്ന ബിൽഡിങ്ങുകളൊന്നുമല്ല. 4 പ്രദേശങ്ങളിലായിട്ട് 4 വീടുകൾ പോലെ അല്പം നീളത്തിൽ കിടക്കുന്ന ക്ലാസ് റൂമുകൾ. എന്നാലും പാലിശ്ശേരിയിൽ നിന്നും കുമ്പിടിയിൽ നിന്നും അതോടൊപ്പം തന്നെ എളവൂരിൽ നിന്നുമൊക്കെ കുട്ടികൾ പഠിച്ചിരുന്നു. അത്യാവശ്യത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നു തന്നെ. നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന, അധ്യാപനം നടത്തുന്ന ഒരുപാട് ആത്മാർത്ഥതയുള്ള അധ്യാപകരുണ്ടായിരുന്നു. ആ കൂട്ടത്തിലാണ് പരമമാഷും ഭാര്യ ബേബി ടീച്ചറും. തീർച്ചയായിട്ടും എൻ്റെയൊക്കെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ എനിക്ക് ലഭിച്ചത് ഈ നാഷണൽ ലോവർ പ്രൈമറി സ്കൂളിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ മനസ്സിൽ മായാതെ നിൽക്കുന്നൊരു ഓർമ്മ മാഷിൻ്റെ വീട്. ഈ വീടിൻ്റെ മുൻപിലുള്ള മനോഹരമായ ഒരു പൂന്തോട്ടമുണ്ട്. ആ തോട്ടത്തിൻ്റെ പ്രത്യേകത അതിൽ റോസ് മാത്രമാണ്, ഭൂരിഭാഗം ചെടികളും റോസ്, വിവിധ തരത്തിലുള്ള നിറങ്ങളിലുള്ള. മറ്റൊരു ഓർമ്മ 1986 സിയോൾ ഏഷ്യാഡ് നടന്ന സമയത്ത് അന്ന് PT ഉഷയൊക്കെ ഒരുപാട് സമ്മാനങ്ങൾ വാരിക്കൂട്ടിയിട്ടുള്ള ഒരു സമയമാണ്. ആ സമയത്ത് നമ്മൾക്ക് ദൂരദർശനിൽ എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ ഓരോ ദിവസത്തെയും കായിക മത്സരങ്ങളുടെ ഒരു ബ്രീഫിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഇന്നുമുണ്ട് ആ പരിപാടി കാണാനായിട്ട്. എല്ലാ ദിവസവും വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ മാഷിൻ്റെ വീട്ടിൻ്റെ കയറി ചെല്ലുന്ന ഹാളിലിരുന്ന്, സാമാന്യം വലിയൊരു ഹാളാണ്, ആ ഹാളിലിരുന്നിട്ടാണ് ആ ഏഷ്യാഡ് കണ്ടതൊക്കെ ഇന്നും നല്ല ഓർമ്മകളുണ്ട്. അതോടൊപ്പം തന്നെ 1984 ഒക്ടോബർ 31-ാം തീയതി ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റപ്പോൾ ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അന്ന് ഈ കാര്യം, വെടിയേറ്റ കാര്യം ക്ലാസ്സിൽ സാറ് വന്ന്, പരമാഷ് വന്ന് പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്.
മാഷ് ഇപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഈ 92ാം ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവിധ ആശംസകൾ സാറിനും അതോടൊപ്പം തന്നെ കുടുംബത്തിന് നേരുന്നു. പരമേശ്വരൻ മാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷ് ഈ വിദ്യാലയത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം ഞാനിവിടെ 1999 ജൂൺ 1-ാം തീയതിയാണ് ഇവിടെ ജോലിയിൽ പ്രവേശിച്ചത്. അന്ന് മുതൽ ഇന്ന് വരെ ഒരേ ഊർജ്ജസ്വലതയോടുകൂടി ഈ വിദ്യാലയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് അദ്ദേഹം. സ്കൂളിന് വേണ്ടിയാണ്, സ്കൂളില്ലെങ്കിൽ അദ്ദേഹത്തിന് ജീവിതമില്ല. അദ്ദേഹത്തിൻ്റെ 92ാം ജന്മദിനമാണ് ഈ വരുന്ന മാർച്ച് 12-ാം തീയതി. അപ്പോൾ സ്കൂളിൻ്റെ 96ാം വാർഷികവും അദ്ദേഹത്തിൻ്റെ 92ാം ജന്മദിനവും ഞങ്ങൾ പൂർവാധികം ഭംഗിയായിട്ട് കൊണ്ടാടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. PTA അധ്യാപകരും എല്ലാവരും ചേർന്ന് അതൊരു ആഘോഷമാക്കി മാറ്റാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ മാഷ്ക്കുള്ളൊരു പിറന്നാൾ സമ്മാനം കൂടിയായിട്ടാണ് ഈ ആഘോഷത്തെ ഞങ്ങൾ കണക്കാക്കുന്നത്. മറക്കാനാവാത്ത കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഷ് ഈ സ്കൂളിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം രാവിലെ ഇപ്പോൾ മാഷ്ക്ക് കുറച്ച് ശാരീരിക അസ്വസ്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് നാൾ മുമ്പ് വരെ മാഷ് ഈ സ്കൂളിൻ്റെ മുറ്റമടിക്കുന്നത് വരെ മാഷായിരുന്നു. പിന്നെ ഈ വിദ്യാലയം ഇപ്പോൾ NLPS പോത്തുശ്ശേരി എന്നാണ് സ്കൂളിൻ്റെ പേരെങ്കിലും അറിയപ്പെടുന്നത് പരമമാഷ്ട സ്കൂള്. ഞാൻ പോലും ടീച്ചർ ഏത് സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പോലും എല്ലാവരോടും പറയാറ് ഞാൻ പരമമാഷ്ട സ്കൂളിലാണ്. ഒരു സ്കൂൾ എപ്പോഴും അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ പേരിലാകണം എന്ന് പറയുന്നത് ഈ പരമേശ്വരൻ മാഷ് അദ്ദേഹത്തിൻ്റെ മരണശേഷവും ഈ വിദ്യാലയം പരമമാഷ്ട സ്കൂൾ എന്ന പേരിൽ തന്നെ അറിയപ്പെടും. ഞങ്ങൾ അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ എന്ന് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ വർക്ക് ചെയ്തിട്ട് 22 വർഷമായി. അന്ന് മുതൽ ഞാൻ മാഷെ കാണുമ്പോൾ അതേ ഊർജ്ജസ്വലത തന്നെയാണ് ഇപ്പോഴും. ഈ വരുന്ന മാസം 12-ാം തീയതി പരമമാഷ്ട വാർഷികമാണ്, 92ാം വാർഷികം. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒന്ന് പറഞ്ഞു. പരമമാഷ്ടയെ സംബന്ധിച്ച് LP സ്കൂളാണെങ്കിൽ കൂടിയും വളരെയധികം ദൂരം മാറിയിട്ടാണ് മറ്റ് LP സ്കൂളുകൾ ഉണ്ടായിരുന്നത്. ആ കാലഘട്ടത്താണ് പരമമാഷ്ട സ്കൂൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. മാഷ്ക്ക് 92 വയസ്സാകുന്നതോടൊപ്പം തന്നെ 92ാമത് ആനിവേഴ്സറിയും കൂടിയും സ്കൂളിൻ്റെ കടന്നു വരികയാണ്. തീർച്ചയായിട്ടും ആ ധന്യമായിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ തന്നെ മാഷ്ക്ക് എല്ലാവിധ ജന്മദിന ആശംസകൾ നേരുന്നതോടൊപ്പം തന്നെ മാഷെ സംബന്ധിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് LP സ്കൂള് നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെ. നമ്മുടെ പരമമാഷിൻ്റെ 92ാം ജന്മദിനാശംസകൾ നേർന്നുകൊള്ളുന്നു. മാഷിന് ഇനിയും ഒരുപാട് നമ്മുടെ സ്കൂളിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. എന്നാൽ പോലും നമ്മുടെ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാറിന് പറ്റട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. വരുംകാലങ്ങളിലും ഇനിയും നല്ല രീതിയിൽ ഈ സ്കൂള് നടത്തിക്കൊണ്ടു പോകാൻ പരമാഷ്ക്ക് സാധിക്കട്ടെ എന്നും പരമാഷ്ടെ ജന്മദിനത്തിന് എല്ലാവിധ ആശംസകൾ നേരുകയാണ്. മാഷെ കുറിച്ച് പറയാൻ തന്നെ ഞങ്ങൾക്ക് വാക്കുകൾ ചുരുക്കം വാക്കുകളുകൊണ്ട് തീരില്ല. കാരണം അത്രയും നല്ലൊരു മനുഷ്യനാണ് മാഷ്. ആളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ചെടിത്തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആള് നേരം വെളുത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നനയ്ക്കണം. അതുപോലെ തന്നെ കുട്ടികളോടായാലും നല്ല രീതിയിൽ പെരുമാറും. ഇപ്പൊ കിളികളായാലും മാഷിന്റെ ഒരു ഭാഗമാണ്. ഞങ്ങളൊരു സ്റ്റാഫ് എന്നുള്ള രീതിയിലല്ല മാഷ് ശരിക്കും കാണുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിലാണ് മാഷ് ഞങ്ങളെ കാണുന്നതും ഞങ്ങൾ മാഷെ കാണുന്നതും ആ രീതിയിൽ തന്നെയാണ്. 12-ാം തീയതി നമ്മുടെ പരമമാഷിയുടെ ബർത്ത്ഡേ ആണ്. അതിന് ചന്ദ്രചേട്ടൻ എന്താണ് പറയാനുള്ളത് മാഷിനെ പറ്റിയിട്ട്? മാഷിനെ പറ്റി എനിക്ക് പറയാനുള്ളത്, മാഷ് വളരെ നല്ല ഒരു സാധാരണക്കാരൻ മാഷാണ്. അങ്ങേരെ അച്ഛനായിട്ട് ഉണ്ടാക്കിയ സ്കൂളാണത്. വളരെ അകപ്പതിച്ച് കിടന്നിരുന്ന സ്കൂൾ അങ്ങേരെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നതിൽ അങ്ങേരെ ആയുസ് നീണ്ടു കിട്ടാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. രണ്ടു പരിച്ചില്ലേ കേക്കട്ടെ. സുഖം പകരാനായി സ്നേഹദീപം കനിവിന്നുറവേ പാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. മാഷിനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയൂ. മാഷ് നല്ലൊരു മാഷാണ്.
മാഷ് ഞങ്ങളെ ആരെയും ഇതുവരെയായിട്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഈ സ്കൂളിലെ വളരെ നല്ലൊരു മാഷാണ്. മാഷ് നല്ല ആളാണ്. മാഷ് ഞങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു. എല്ലാവരും ഒരുമിച്ചാണ് പറയാൻ പോണേ. മാഷിനെ ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്തു തരും. മാഷിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മാഷ് ഞങ്ങളുടെ സ്കൂളിലെ അഭിമാനമാണ്. 12-ാം തീയതി നമ്മുടെ മാഷിന്റെ ബർത്ത്ഡേ ആണ്. 92-ാം ബർത്ത്ഡേ പരമമാഷിന്റെ സ്കൂളിലെ പാലശ്ശേരി. അതെ അതെ. അപ്പൊ അതിനെ പറ്റിയിട്ട് സ്റ്റാൻഡിലുള്ള ആളുകൾ 2 വാക്ക് പറയണം. ബാബു ഗ്യാങ്ങുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനെ പറ്റിയിട്ട് ഒന്ന് പറയണം. ഓക്കെ. നമ്മുടെ പാലശ്ശേരിയിലെ പരമമാഷിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല നല്ല അഭിപ്രായങ്ങളും നല്ല കാര്യങ്ങളായിട്ട് പ്രവർത്തിച്ചേർന്നൊരു വ്യക്തി, നല്ലൊരു വ്യക്തിയാണ്. നാടിനും നാട്ടുകാർക്കും മൊത്തം പൊതുജനങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയപ്പെടുന്നതും ആർക്കും എന്ത് സഹായം വേണമെങ്കിലും ഈ മാഷ് ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു കുട്ടിക്ക് തന്നെ ഫീസ് അടയ്ക്കാനില്ലെങ്കിൽ തന്നെ ആ ഫീസ് അടയ്ക്കാൻ മാഷ് മുൻകൈ എടുത്ത് ഫീസ് അടയ്ക്കലും, ഒരു വണ്ടിക്ക് പോകാൻ ആ വീട്ടുകാർക്ക് പൈസ ഇല്ലെങ്കിൽ അത് മാഷ് ഏറ്റെടുത്ത് ആ കുട്ടീനെ സംരക്ഷിക്കാനും മാഷ് നല്ല നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാഷിനെ പറ്റി ഇത് തന്നെ മൊത്തം നാട്ടുകാർക്കും നല്ല അഭിപ്രായങ്ങൾ തന്നെ. ഇപ്പം ഞങ്ങളെ തന്നെ ഇവിടെ വന്ന ഓട്ടോറിക്ഷ വിളിച്ച് കുട്ടികളെ എടുക്കാൻ പോകല്, ഇവിടെ പോത്തുശ്ശേരി PDDP-ന്ന് പാല് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെച്ച് ആദ്യമേ കൊണ്ടുപോയിരുന്നു. അത് പിള്ളേർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഓട്ടോ സ്റ്റാൻഡിനെ പറ്റി പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ സഹപ്രവർത്തകരെ നിൽക്കണേ, ഇവരോടൊക്കെ ചോദിച്ചാൽ അതിനെപ്പറ്റി തന്നെ പറയും. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനും സഹായിക്കാനും നല്ലൊരു മനസ്സുള്ളൊരു മാഷാണ്. അവിടെ തന്നെ പഠിച്ച ഒരു 55 വർഷം സർവീസ് ഉണ്ട്. മാഷായിട്ട് പരിചയമുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് മുൻപന്തിയിലേക്ക് വിട്ടൊരു സ്ഥാപനമാണ്. പോത്തുശ്ശേരി ഡ്രൈവേഴ്സിൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരാണ്. പരമമാഷയെക്കുറിച്ചും പരമമാഷ വീട് അവർ സഹോദരന്മാരും അച്ഛനും അമ്മയൊക്കെയുള്ള വലിയ ഊഷ്മളമായ ബന്ധമാണ്. ഞാൻ 1-ാം ക്ലാസ്സിൽ ചേരുന്നത് വരെ ഞങ്ങൾ എളവൂരായിരുന്നു താമസിച്ചിരുന്നത്. ഞങ്ങളിവിടേക്ക് താമസം മാറ്റുന്നത് ജൂൺ മാസത്തിലെ വെള്ളപ്പൊക്കത്തോടു കൂടി സാധനങ്ങളെല്ലാം വന്നു. വെള്ളം ഇറങ്ങി ഓണത്തിനോട് കൂടിയാണ് ഞങ്ങളെ സ്കൂളിൽ ചേർക്കുന്നത്. സീമാഷ കുടുംബമായിട്ടും എൻ്റെ കുടുംബമായിട്ടും അവരുടെ മാതാപിതാക്കളും എൻ്റെ മാതാപിതാക്കളും ഞങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് നല്ല ഒരു അയൽവക്ക ബന്ധമാണ്. ഞങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്ന നല്ല അയൽവാസികളാണ് സീമാഷയുടെ കുടുംബം. അങ്ങനെയാണ്. പിന്നീടാണ് ഞാൻ SNDP-യിലേക്ക് ചെന്നപ്പോഴാണ് പരമമാഷും ശങ്കരമാഷൊക്കെ അവിടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അവരെല്ലാം എൻ്റെ അധ്യാപകരാണ്. പരമമാഷ അതിലേക്ക് സ്കൂൾ വന്നതിന് ശേഷം സ്കൂളിൻ്റെ കെട്ടും മട്ടൊക്കെ മാറി. ഞങ്ങൾ വീട്ടിലോട്ട് വരുമ്പോഴും നാട്ടിലോട്ട് വരുമ്പോഴും ഒക്കെ മനോഹരമായ കെട്ടിടം, ധാരാളം കുട്ടികൾക്ക് പറ്റിയ കാര്യങ്ങൾ, ചിത്രങ്ങൾ, മറ്റ് ഗാർഡനും കാര്യങ്ങളും ഒക്കെ മാറി. സ്കൂളിന് പരമമാഷും പരമാത്മാവും ജീവാത്മാവും പോലെ അവരങ്ങനെ അടയും ചക്കരും പോലെ ഒന്ന് ചേർന്ന ഒരു സമസ്യയായിട്ട് മുന്നോട്ട് പോകുന്ന അനുഭവമാണ് ഞങ്ങൾക്കുണ്ടായത്. അത്രമാത്രം സ്കൂളിനെ നെഞ്ചിലേറ്റി മാഷ് കൊണ്ടുപോകുന്നു. മാഷക്ക് 92 വയസ്സായെന്ന് കേട്ടതും ഇപ്പോഴും ആരോഗ്യവാനായിട്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നതിലൊക്കെ വലിയ സന്തോഷം. മാഷ്ക്ക് ഒരു പൂർവ്വ വിദ്യാർത്ഥിയുടെ അയൽവാസിയുടെ ജന്മദിനാശംസകളെല്ലാം നേരുന്നു. മാഷ് കഴിഞ്ഞ ആഴ്ച ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് മാഷെ കണ്ടിരുന്നു. എനിക്കും എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ പോയതാണ്. അപ്പോൾ മാഷ അവിടെ വെച്ച് കണ്ട് മാഷ് അന്ന് ഇപ്പോഴും ഊർജ്ജസ്വലമായിട്ട് എന്നോട് പറഞ്ഞ് എൻ്റെ ഈ പറഞ്ഞ 92-ാം വയസ്സ് തികയുകയാണ് ഈ 12-ാം തീയതി. നമുക്ക് ഗംഭീരമായിട്ട് നടത്താം. പിള്ളേരുടെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വാർഷികം നടക്കാൻ പോകുന്ന ആ സമയത്ത് എൻ്റെ പിറന്നാൾ കൂടി ആഘോഷിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം. പരമേശ്വര മാഷെ എനിക്ക് ഞാൻ ഓർക്കുന്നത് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ അദ്ദേഹം എപ്പോൾ ചെന്നെല്ലാം പുള്ളി വീട്ടിലല്ല കാണുന്നത്, കൂടുതൽ സമയവും സ്കൂളിൽ ഉണ്ടാകുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം അവിടെ തന്നെയാണ്. കാരണം രാവിലെ എഴുന്നേറ്റ് മിക്ക ദിവസവും രാവിലെ സ്കൂളിലേക്ക് വന്ന് ആ ഗേറ്റ് തുറന്ന് കാണുമ്പോൾ നമ്മൾ ഇന്നും ഒരു എനിക്ക് ഓർമ്മയുള്ളത് 75 അതല്ല മാഷെക്കുറിച്ചൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ അന്ന് തുടങ്ങി മാഷ് ഇങ്ങനെ സ്കൂളിന് വേണ്ടി പ്രവർത്തിച്ച് ഇന്നും ആ മാഷ് പാടില്ലെങ്കിലും, അതായത് വടികുത്തി പിടിച്ചാണ് അദ്ദേഹം ഇന്നും ഈ സ്കൂളിന് വേണ്ടി ഗേറ്റ് തുറന്ന് സ്കൂൾ ബസ്സിൻ്റെ കീ കൊടുക്കുന്നതും അതുപോലെ തന്നെ ടീച്ചർമാർ വന്ന് പിള്ളേരെ ഒന്നും കൂട്ടി ഒഴിപ്പിക്കുന്നതിനും വളരെ കഠിനം
മാറ്റി ഇന്നും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. കഠിനാധ്വാനം കൊണ്ട് ആ സ്കൂളിനെ ഈ രീതിയിൽ എത്തിച്ച ഒരു വ്യക്തിയാണ് ശ്രീ പരമേശ്വരൻ മാസ്റ്റർ. അദ്ദേഹത്തിൻ്റെ 92ാം വയസ്സ് ആഘോഷിക്കുന്ന ഈ സമയത്ത് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇനിയും ഈ സ്കൂളിന് വേണ്ടി ശേഷിക്കുന്ന കാലം കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ആശംസകൾ അർപ്പിക്കുന്നു. 1950കളുടെ ഉത്തരാർദ്ധത്തിലാണ് പരമൻ മാഷ് ആ സ്കൂളിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുന്നത്. സ്വന്തം പിതാവിൻ്റെ മാനേജരായിരിക്കുന്ന സ്കൂളിൽ അധ്യാപകനായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ആ വിദ്യാലയത്തിൻ്റെ ഏറ്റവും മുതിർന്ന ക്ലാസ്. ഞാൻ അവിടെ പഠിക്കുമ്പോൾ ആദ്യമായി ഒരു ദിവസം ഹെഡ് മാസ്റ്റർ നമ്മുടെ ഇരുമ്പൻ ദേവസി മാഷ് ഇല്ലാതിരുന്നൊരു സന്ദർഭത്തിൽ പരമമാഷ് ഞങ്ങളുടെ ക്ലാസ് എടുക്കാൻ വന്നു. അപ്പോൾ സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികളിൽ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള കുറച്ച് പേരുടെ ഒരു അഹന്ത അവിടെ അതിൽ ഞാനും ഭാഗഭാക്കായി എന്നുള്ളത് ഇന്നും മധുരിക്കുന്നതോ കയ്പിക്കുന്നതോ എന്നറിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്ന ചില ഓർമ്മകളാണ്. സ്കൂളിലെ സീനിയർ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ കുറച്ച് അദ്ദേഹത്തിനെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്തോ കാര്യത്തിന് വീണ്ടും പുറത്തിറങ്ങിപ്പോയപ്പോൾ ഞങ്ങൾ ആൺകുട്ടികൾ 2 ബെഞ്ചിലിരുന്നവരൊരു തീരുമാനമെടുത്തു. അദ്ദേഹം അതിനു മുമ്പ് എടുക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷമാണ് അദ്ദേഹം ക്ലാസ്സിൽ നിന്ന് വെളിയിൽ പോയത്. അപ്പോൾ അതിനിടയ്ക്കുള്ള ഗ്യാപ്പിൽ ഞങ്ങൾ തീരുമാനിച്ചു നമുക്ക് കേട്ടെഴുത്തെടുക്കേണ്ട, അദ്ദേഹം 1ാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന അധ്യാപകനല്ലേ, നമ്മളൊക്കെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവരല്ലേ. ആ ഒരു ധൈര്യത്തിൽ നമ്മൾ കേട്ടെഴുത്ത് പറയുമ്പോൾ സ്വന്തം കാര്യം സിന്ദാബാദ് എന്നെഴുതി വയ്ക്കുക, പറയുന്നതൊന്നും എഴുതണ്ട എന്നുള്ളൊരു തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതിന് ശേഷം അദ്ദേഹം ക്ലാസ്സിൽ തിരിച്ചു വന്നു, കേട്ടെഴുത്ത് ആരംഭിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും സ്ലേറ്റുകൾ കൈമാറി കഴിഞ്ഞപ്പോൾ ഒരു സ്ലേറ്റിൽ മാത്രം ഇങ്ങനെ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് എഴുതി വച്ചേക്കുന്നത് കണ്ട് അത് കിട്ടിയ കുട്ടി നേരെ സാറിൻ്റെ കയ്യിൽ കൊടുത്തു. സാർ അതിൻ്റെ ഉറവിടം അന്വേഷിച്ചപ്പോൾ അത് എൻ്റെ സ്ലേറ്റാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ അന്ന് ഞങ്ങൾ ആൺകുട്ടികൾ എല്ലാവരും കൂടെ ഒന്നിച്ചെടുത്ത തീരുമാനമാണെങ്കിലും കേട്ടെഴുത്തും എടുത്തു വന്നപ്പോൾ ആ ഞങ്ങളെടുത്ത തീരുമാനത്തോട് വിശ്വസ്തത പാലിച്ചത് ഞാൻ മാത്രമാണ്. ബാക്കി എല്ലാവരും കാലുമാറി. അതുകൊണ്ട് എനിക്ക് 2 അടി കിട്ടി, ഞാൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു. ഞങ്ങളുടെ ഒരു അപ്പാപ്പനായിട്ട് വരും ഹെഡ് മാസ്റ്റർ ദേവസി മാഷ്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ വീട്ടിൽ നിന്നുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും എന്നെ അലട്ടിയിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹം അത് അങ്ങേരോട് പറഞ്ഞില്ല. അന്നത്തെ അധ്യാപന രീതിയുടെ ഒരു പ്രത്യേകത കുട്ടിയുടെ മനഃശാസ്ത്രം അറിഞ്ഞ് പഠിപ്പിക്കുന്ന അധ്യാപകരായിരുന്നു അന്നത്തെ കാലത്തുണ്ടായിരുന്നത് എന്നുള്ളതാണ്. നല്ല അധ്യാപകൻ്റെ മധുരിക്കുന്ന ഓർമ്മകൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്നിൽ തികട്ടി വരാറുണ്ട്. പിന്നീടുള്ള ജീവിതത്തിൽ ഈ ഏത് കാര്യത്തിനും ഇറങ്ങിപ്പെടുന്നതിന് മുമ്പ് 2 വട്ടം ചിന്തിക്കണം എന്നുള്ള ഒരു ആശയം എന്നിൽ ഉദിപ്പിച്ചു. പിന്നീട് ഞാൻ എപ്പോഴും വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി ഓർക്കപ്പെടുന്ന ഒരു സംഭവമായി അത് മാറി. അതിൻ്റെ ഉത്തരവാദി പരമമാഷാണ് എന്നുള്ളതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാൻ ഭാഗ്യം ലഭിച്ച പരമസാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മാഷെ പറ്റി പറയുന്നുണ്ടെങ്കിൽ ഞാനിവിടെ പഠിച്ചതാണ്. മാസ്റ്റർ സ്കൂളിൽ 4 വരെ ഉള്ളല്ലോ. അപ്പോഴും 4 വരെ ഞാൻ ഇവിടെ പഠിച്ചിട്ടാണ് പിന്നെ SNBയിലോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടുള്ള ഈ സ്കൂളും എൻ്റെ കാര്യങ്ങളും അനുബന്ധ കാര്യങ്ങളെല്ലാം
വളരെ ഭംഗിയായിട്ട് ഉത്തരവാദിത്തമായിട്ട് യാതൊരു പരാതികളോ യാതൊരു പരമമാഷിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. ഇപ്പോൾ പോത്തിശ്ശേരിക്കാർക്ക്, കുമ്പടിക്കാർക്ക്, ബാലുശ്ശേരിക്കാർക്ക് ഒന്നും മറക്കാൻ പറ്റില്ല. കാരണം വളരെ ലളിതമായ ഒരു ജീവിതം, ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മാതൃകാ അധ്യാപകൻ. ശരിക്കും നമ്മുടെ നാട് വേണ്ട അംഗീകാരം പുള്ളിക്ക് കൊടുത്തല്ലോ എന്നുള്ളത്. പരമമാഷയെ സംബന്ധിച്ച് എൻ്റെ അഭിപ്രായത്തിൽ പറയാമെന്നുണ്ടെങ്കിൽ ആള് ഒരു ശാന്തശീലനും സൗമ്യമായിട്ടുള്ളൊരു അധ്യാപകനായിരുന്നു. അതെ അതെ. എപ്പോഴും ചിരിച്ചുകൊണ്ടും വളരെ ലളിതമായ രീതിയിലൊക്കെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് കുട്ടികളുടെ അടുത്ത്. ഈ പുള്ളി ഒരു വലിയ ബോർഡിൽ പടങ്ങൾ ഒട്ടിച്ചു കൊണ്ടുവരും. അപ്പം അന്ന് ഈ ടീ കപ്പിൻ്റെ പടങ്ങൾ, പിന്നെ തീപ്പെട്ടിയുടെ പടങ്ങൾ, ഇതൊക്കെ കൊണ്ടുവന്ന് വന്നിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഞങ്ങൾക്കതൊക്കെ അന്ന് കാണുമ്പോൾ എന്തോ ഒരു ഭയങ്കര അത്ഭുതം കാണുന്ന രീതിയിലാണ് ഞങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കുന്ന പടങ്ങളൊക്കെ ഒട്ടിച്ച് കൊണ്ടുവരുന്നതൊക്കെ ഞങ്ങളെ കാണിക്കുമ്പോൾ. അങ്ങനെയുള്ള പ്രസൻറ്റേഷനായിരുന്നു പുള്ളിയുടെയൊക്കെ. അത് നല്ല രസകരമായിരുന്നു അതൊക്കെ. അതായത് പരമമാഷെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങൾ പറയാമെന്ന് പറഞ്ഞാൽ മാഷ് എന്നെ 5ലോ 6ലോ പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഒരു ഓർമ്മ അങ്ങനെ നിൽക്കണം. ചില മാഷുമാർ വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ല എന്നെങ്കിലും സത്യത്തിൽ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ തല്ലുന്നത് മറ്റുള്ളതിന്. പക്ഷേ നമ്മൾ പരമാഷ ക്ലാസ്സിലിരിക്കുകയെന്ന് പറഞ്ഞാൽ മാഷ് അത് തല്ലിയില്ലെങ്കിലും അത് നമ്മളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്ന ഒരു അധ്യാപകനാണ്. മാഷിനോട് നമുക്ക് എന്തും പറയാം, മാഷ് എന്തും പറയാം. അവിടെ മാഷ് സ്കൂളിൻ്റെ അപ്പുറത്തേക്ക് കൂടിയുള്ള മാഷൊക്കെ അവിടെ ഒരു പാടം ഉണ്ട്, ഇങ്ങനെ കൃഷി ചെയ്യുന്ന പാടം. അതിൻ്റെ ആ സൈഡിൽ കൂടി ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നത്. അന്ന് നടന്ന് സ്കൂളിൽ പോകുന്ന സമയത്ത് മാഷ് ഒഴിവ് സമയങ്ങളിൽ മാഷ് രാവിലെ തന്നെ മാഷ് തൂമ്പയൊക്കെ എടുത്തുകൊണ്ട് ആ പാടത്തൊക്കെ കൃഷിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി വരാറുണ്ട്. അതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് മാഷ് സ്കൂളിൽ വരാറ്. പിന്നെ എന്തൊക്കെയുണ്ട്? സുഖം തന്നെ ആയിരിക്കണം അല്ലേ? അത് നമ്മുടെ പരമമാഷിക്കയുടെ പെരുന്നാളാണ് ഈ അടുത്ത മാസം 12-ാം തീയതി. പരമേശ്വരൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളെന്ന് പറഞ്ഞാൽ നാഷണൽ LP സ്കൂൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന് ആയുസ്സും അനുഗ്രഹങ്ങളും നൽകണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പരമാഷ് നമ്മുടെ സ്കൂളിൻ്റെ ജീവനാഡിയാണ്. സ്കൂളിൻ്റെ വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് പ്രവർത്തിക്കുന്ന ഞാൻ കണ്ടിട്ടുള്ള ഈ പരമമാഷുണ്ടല്ലോ വളരെ വ്യത്യസ്തനാണ്. കാരണം കാലത്ത് നമ്മളൊരു 5:30 മണിക്കൊക്കെ നടക്കാൻ പോയിട്ട് ഒരു 5 കിലോമീറ്റർ നടന്ന് നമ്മൾ വരുമ്പോൾ ഞങ്ങളൊക്കെ അത്ര അദ്ദേഹത്തിൻ്റെ പ്രായമൊന്നുമില്ല എനിക്ക്. പക്ഷേ അദ്ദേഹം വളരെ ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് വന്ന് ഗേറ്റ് തുറന്ന് സ്കൂളിൻ്റെ അവിടെ ചെന്ന് ലൈറ്റ് ഇട്ട് അപ്പം മുതൽ അദ്ദേഹം ആ സ്കൂളിലുണ്ട്. അതൊരു വലിയ സംഭവമല്ലേ ശരിക്കും. ഇന്നിപ്പോൾ മറ്റുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്, 60 വയസ്സായി എന്ന് പറയുമ്പോഴേക്കും വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. എനിക്കത് ഒരിക്കലും ഈ മാഷ വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? മാഷ് 92 വയസ്സായിട്ട് ഇപ്പോൾ ഊർജ്ജസ്വലനാണ്. എൻ്റെ മുത്തശ്ശിയും അമ്മയും ഞാനും ആ സ്കൂളിലാണ് പഠിച്ചിരിക്കുന്നത്. ഇഷ്ടമാതിരി പൂർവ്വ വിദ്യാർത്ഥികളുള്ള സ്കൂളാണ്. നമുക്ക് അത് ആ പൂർവ്വ വിദ്യാർത്ഥികളുടെ കണക്ക് നമുക്ക് പറയാൻ പറ്റില്ല. അത്രയധികം പൂർവ്വ വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയിട്ടുള്ള സ്കൂളാണ്.